ദീപാവലി സ്വീറ്റ്സും ദീപാവലി ക്രാഫ്റ്റുമായാണ് വന്നിരുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഈ ദീപാവലി സ്പെഷ്യലായിട്ട് 3 സ്വീറ്റും 3 ക്രാഫ്റ്റാണ്. ആദ്യത്തെ സ്വീറ്റ് എന്ന് പറയുന്നത് കടലമാവ് കൊണ്ടുള്ള ലഡുവാണ്. അതിനാവശ്യമായത് 3 ഇൻഗ്രീഡിയൻസ് ആണ്. കടലമാവ്, പഞ്ചസാര പൊടിച്ചത്, പാല്, പിന്നെ വേണ്ടത് നെയ്യും. 3 ഇൻഗ്രീഡിയൻറ്റും 1/2 കപ്പ് വീതമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആ നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടലമാവ് അതിട്ട് കൊടുക്കാം. നമ്മുടെ കടലമാവ് നന്നായിട്ട് ഈ നെയ്യിൽ നന്നായി ഫ്രൈ ആയി വരണം. ഫ്രൈ ആയി വന്നാലാണ് അതിൻ്റെ പച്ചമണം മാറുക. അത് മാറിക്കഴിയുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാല് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പാല് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ എടുക്കാതെ തന്നെ നന്നായി ഇളക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പരിവെന്ന് പറയുന്നത് ചട്ടിന്ന് വിട്ട് കിട്ടുന്ന പരിവമാണ്. അപ്പോൾ അതായിക്കഴിഞ്ഞ് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ചൂടാറാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെക്കാം. ചൂടാറി കഴിയുമ്പോൾ നമുക്ക് പൊടിച്ചിട്ട് പഞ്ചസാര ആഡ് ചെയ്തിട്ട് വേണം നമുക്കിത് ഒന്നും കൂടിയും കുഴച്ചിട്ട് എടുക്കാനായിട്ട്. ചൂടാറിയായിട്ട് മാത്രമേ നമുക്ക് പഞ്ചസാര പൊടിച്ചിട്ട് ആഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാറിയിട്ടില്ലെങ്കിൽ ഈ പഞ്ചസാര മെൽറ്റായിട്ട് വെള്ളം പോലെ ആവും. അപ്പോൾ നന്നായി ചൂടാറതേ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചിതിലേക്ക് നെയ്യ് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. കയ്യിലും കുറച്ചാക്കിയിട്ട് നമുക്കിത് ബോൾസായിട്ട് എടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ ഇനി കാഷ്നട്ടോ ബദാമോ നമുക്ക് എന്ത് ഡ്രൈ ഫ്രൂട്ട്സും ആഡ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ കടലമാവിൻ്റെ ലഡു റെഡിയായി. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഇനി അടുത്തത് നമ്മുടെ ഒരു ക്രാഫ്റ്റാണ് ദീപാവലിക്ക് ഉപയോഗിക്കുന്നത്. അതിനാവശ്യമായത് ഒരു A4 ഷീറ്റും ഒരു വളയും ഒരു കത്രികയും പിന്നെ ഗ്ലൂഗണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഗ്ലൂഗൺ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് സാധാരണ ഫെവിക്കോൾ വെച്ചും ചെയ്യാൻ പറ്റും. കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ മാത്രം നമുക്ക് പിന്നെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊരു വൈറ്റ് കളർ ആയതുകൊണ്ട് ഞാൻ കളറൊന്ന് കിട്ടാൻ വേണ്ടി ചെറിയൊരു ബ്ലൂ കളർ കിട്ടാൻ വേണ്ടി ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഉള്ളവർ ചേർത്താൽ മതി.
അതും വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുണ്ടെങ്കിലും അത്രയ്ക്ക് വേണ്ടി വന്നില്ല എനിക്ക് മിൽക്ക് മെയ്ഡ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലൊന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് വെക്കാം. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പേടയാണിത്. അപ്പോൾ ഈ പേടയും എല്ലാവർക്കും ഇഷ്ടമായത് വരുന്നു. അടുത്തൊരു ക്രാഫ്റ്റാണ്. നമ്മുടെ കയ്യിൽ ചിരാതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കടലാസ് കൊണ്ട് A4 ഷീറ്റ് കൊണ്ട് ചിരാത് ഉണ്ടാക്കിയിട്ട് നമുക്ക് മാൾബൾബ് ഇട്ടിട്ട് ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്യാൻ ദീപാവലിക്ക്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതേമാതിരി A4 ഷീറ്റ് എടുത്തിട്ട് ഇട്ട് കൊടുത്തു. 2 ടീസ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തു. നന്നായി തിളച്ച് വരുമ്പോൾ ഞാനൊരു ഹാസൽനട്ടിൻ്റെ ഒരു ഡ്രോപ്സ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒറ്റ നൂൽ പരിവായിട്ടുണ്ട്. അപ്പം നമുക്ക് എടുത്ത് വെച്ച മൈദയും ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ എവരിഡേയുടെ ഒരു പാക്കറ്റ് പാൽപ്പൊടി അതും കൂടി ആഡ് ചെയ്തു. നന്നായി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പാനിൽ നിന്ന് വിട്ട് കിട്ടുന്ന പരിവാവണ വരെ നമുക്കതൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ മിക്സ് നമുക്ക് ഒന്ന് സെറ്റാൻ വെക്കാനായിട്ട് മോളുടെ ടിഫിൻ ബോക്സ് അതിൽ ഞാൻ ബട്ടർ പേപ്പർ ഇട്ട് നെയ്യ് തടവി വെച്ചതാണ്. അതിലേക്ക് വേഗം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഏത് ടീസ്പൂൺ കൊണ്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഇതേപോലെ ഒരു സ്പാച്ചുലർ എടുത്തിട്ട് തന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ബദാമോ കാഷ്നട്ട് ഇടണമെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ തന്നെ സെറ്റ് ആവണേ മുമ്പ് തന്നെ ഇപ്പോൾ തന്നെ വെച്ച് നന്നായി പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് മുറിക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് കിട്ടും. ഒരു 15 മിനിറ്റ് സെറ്റാൻ വെക്കണം. സെറ്റായിട്ടുണ്ട്. അപ്പോൾ ദേ നന്നായി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബട്ടർ പേപ്പർ എടുക്കുകയാണ്. അതുമൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ സ്ക്വയർ ചെയ്ത് കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ഡിസൈൻ ചെയ്യാം. അപ്പം അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ സ്വീറ്റ് ഡിഷായ പേട മിൽക്ക് പേട റെഡി. നല്ല സോഫ്റ്റ് ഡിഷാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അടുത്ത് നമുക്കൊരു ക്രാഫ്റ്റാണ്. അത് നമ്മൾ ദീപാവലിക്ക് നമുക്ക് കുട്ടികൾക്കോ മുതിർന്നവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഗ്രീറ്റിംഗ് കാർഡാണ് ഞാൻ ഉണ്ടാക്കുന്നത്.
അപ്പോൾ ദീപാവലി സ്പെഷ്യലായ 3 ക്രാഫ്റ്റും 3 സ്വീറ്റ് ഡിഷും ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരാം. താങ്ക്